ഹലോ, പ്രൈസ് ലോർഡ്. എന്തുണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നിങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ എല്ലാവർക്കും എൻ്റെ 2024 ആമേൻ ഈ സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ല, സുഖമായിട്ടിരിക്കുകയാണോ? സന്തോഷമായിരിക്കുന്നല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈ 2024 നമുക്ക് വെറുതെ നേരം കളയാനില്ല. ഒരുപാട് കാര്യങ്ങൾ കർത്താവിന് വേണ്ടി നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദൈവനാമം മഹത്വത്തിന് വേണ്ടി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനു മുൻപ് ഒരു പ്രാർത്ഥന നമുക്ക് നല്ലതാണ്, അല്ലേ? സ്തോത്രം. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഒരുപാട് പ്രയോജനം ചെയ്തിട്ടുണ്ട്. ആരും അറിയാതെ പലയിടങ്ങളിൽ പോയി 7 ദിവസവും 3 ദിവസമൊക്കെ ഞാൻ ഉപവസിക്കാറുണ്ട്. സ്തോത്രം. ആൾക്കാരെ അറിയിച്ചുകൊണ്ടും ഇരിക്കാറുണ്ട്. കാരണം ഒരുപാട് പേർക്ക് ഒരുമിച്ചിരിക്കാൻ വേണ്ടി, മറ്റൊന്നുമല്ല കേട്ടോ, പേരെടുക്കാനോ പ്രശസ്തിക്ക് വേണ്ടിയോ ഒന്നുമല്ല അങ്ങനെ നടത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരുപാട് പേർക്ക് ദൈവസന്നിധി ഇരിക്കാൻ, ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ ഉള്ള അവസരം ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും അവസരം ഉണ്ടാകേണ്ടതിന് നമ്മൾ മാറിയിരിക്കണമെന്ന് ഈ ഭാര്യ ഭർത്താക്കന്മാരോട് പറയുന്നുണ്ട്, അല്ലേ? മലയാളം ബൈബിളിനകത്ത് ഉപവസിക്കാൻ എന്നുള്ള വാക്ക് അവിടെ ഇല്ല. പ്രാർത്ഥനയ്ക്ക് സമയം ഉണ്ടാകേണ്ടതിന് അങ്ങനെ അങ്ങോട്ട് എഴുതിയേക്കുന്നു മലയാളം ബൈബിളിൽ. ഞാൻ ഈ ഗ്രീക്കിൻ്റെ ക്ലാസ്സും ഹീബ്രുവിൻ്റെ ക്ലാസ്സും ഞാൻ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. എനിക്കറിയാം 1600ഓളം ദൈവദാസന്മാർ ആ ക്ലാസ് പ്രയോജനമാണെന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീക്കൻ ബൈബിളും ഹീബ്രു ബൈബിളിൽ നിന്നും നേരിട്ട് ഞാൻ മലയാളത്തിലെ ഒരുപാട് നമുക്കുണ്ടായ മിസ്റ്റേക്കുകൾ ബൈബിൾ തെറ്റാന്നല്ല കേട്ടോ, മിസ്റ്റേക്കുകൾ, അതിൻ്റെ ക്ലാസ് ഞാൻ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഏകദേശം മലയാളം ബൈബിളിലെ 55 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകാനിടയായിട്ടുണ്ട്. തെറ്റായ വാക്യങ്ങൾ. അതിനകത്ത് ഒരു വാക്യം, ഉദാഹരണത്തിന് ഇപ്പം ഈ പ്രസംഗം ആദ്യമായിട്ട് കേൾക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി പറയാം. നമ്മുടെ മലയാളം ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട വാക്യമാണ് റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം. അത് മലയാളികൾക്ക് പകുതിയേ കിട്ടിയിട്ടുള്ളൂ. തമിഴ് ആൾക്കാർക്കും ഇംഗ്ലീഷുകാർക്കൊക്കെ മുഴുവനും ആ വാക്യം കിട്ടി. മലയാളികൾക്ക് പകുതിയേ കിട്ടിയുള്ളൂ. പകുതി അവിടെ കിടക്കുക. അത് മലയാളിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് വാക്യങ്ങൾ മലയാളത്തിൽ മിസ്സിങ് ആയിട്ടുണ്ട്. അത് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു ഹീബ്രുവിലും ഗ്രീക്കിലൊക്കെ. ഇപ്പം ഞാനത് നിർത്തി വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ്. വീണ്ടും നമുക്ക് ഈ വർഷം അത് പുനരാരംഭിക്കണം. പഠിക്കാൻ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് അതിന് നല്ല കമൻറ്റുകൾ എനിക്ക് അയച്ചു തന്നായിരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാനത് ഹീബ്രുവിലും ഗ്രീക്കിലൊക്കെ ക്ലാരിറ്റിയോടെ ദൈവദാസന്മാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥനയുടെ കാര്യം പറയാൻ വേണ്ടി വരിക. സന്ദേശമുണ്ട്, ഇന്ന് സന്ദേശം ഇല്ലെന്നല്ല, ഉപവാസ പ്രാർത്ഥന 2024 പ്രാർത്ഥിച്ച് നമുക്കൊന്ന് തുടങ്ങണം. 2024 ഞാനതുകൊണ്ടൊരു 3 ദിവസത്തേക്ക് ഈ വരുന്ന, അതായത് ജനുവരി മാസം തന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച്, ചായയില്ല, കാപ്പിയില്ല, പാലും വെള്ളമില്ല, പാലും ഇല്ല കേട്ടോ. വെള്ളം, ചൂടുവെള്ളം വേണേൽ കുടിക്കാൻ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അതല്ലാതെ ഒരു സംവിധാനം അവിടെ ഉണ്ടാകുകയില്ല. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുംപാടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രത്യേക സ്ഥലം ലഭിച്ചിട്ടുണ്ട്. അവിടെയാണ് ഈ ഉപവാസ പ്രാർത്ഥന നടക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു 3 ദിവസത്തേക്ക് പ്രാർത്ഥിക്കാൻ, പ്രസംഗിക്കാൻ വരണമെന്നല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടി വരണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 3 ദിവസം അവിടെ വരാം. ഒരു വീടാണ് കിട്ടിയിരിക്കുന്നത്. നല്ല സ്പേസ് ഉള്ളൊരു വീട്, താമസിക്കാൻ സൗകര്യമുണ്ട്. പിന്നെ പ്രാർത്ഥിക്കാൻ നല്ല ഒരു കോമ്പൗണ്ടാണത്. അതിനകത്ത് വേറെ ശല്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വരണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലോ അല്ലെങ്കിൽ അവിടെയുള്ളൊരു ദേവദാസൻ്റെ നമ്പർ ഞാൻ ഇതിനകത്ത് ഇട്ടേക്കാം. ആ നമ്പറിലോ, ഇതാണ്ട് ഇപ്പോൾ ഈ കിടക്കുന്ന നമ്പറുണ്ടല്ലോ, ഈ നമ്പറിലോ നിങ്ങൾക്ക് വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ താമസിക്കാനും നമുക്ക് വന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങൾ അവരൊരുക്കുന്നതായിരിക്കും. ജനുവരി ഈ മാസം 9, 10, 11 ഇനിയാണ് അടുത്ത കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിക്കാൻ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ 8-ാം തീയതി രാത്രിയിൽ എത്തണം. 9-ാം തീയതി വരുന്ന പരിപാടിയില്ല കേട്ടോ, പ്രാർത്ഥനയ്ക്കായതുകൊണ്ടാണ്. അപ്പോൾ 9-ാം തീയതി രാവിലെ 6 മണിക്ക് ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങും. അരമണിക്കൂർ ഷോർട്ട് മെസ്സേജുകളൊക്കെ ഉണ്ടാകും. അതല്ലാതെ നീണ്ടൊരു പ്രസംഗമില്ല, നീണ്ട
ഒരുപാട് നേരം പ്രാർത്ഥനയ്ക്കാണ് നമ്മൾ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം ഓരോരുത്തരെ പരിശുദ്ധാത്മാവ് ശുശ്രൂഷകൾക്ക് വേണ്ടിയൊക്കെ വേർതിരിക്കുന്ന ആ സമയത്താണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. പ്രാർത്ഥിച്ച് വേർതിരിക്കുന്ന ഒരുപാട് പേര് അങ്ങനെ ശുശ്രൂഷയിൽ വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എനിക്കറിയാവുന്ന ഒരുപാട് പേര് പ്രാർത്ഥനയിലൂടെയാണ് അവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നത്. ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുക, അങ്ങനെ ഒരുപാട് പേര്. ഞാൻ സുവിശേഷം പറഞ്ഞ് എന്നെ സ്തോത്രം രക്ഷയിലോട്ട് കൊണ്ടുവന്ന ഒരുപാട് പാസ്റ്റർമാരുന്നുണ്ട്. ഇന്ന് ഒരുപാട് പേര് പാസ്റ്റർമാരായിട്ടുണ്ട്. ഞാൻ ബൈബിൾ കോളേജിൽ കൊണ്ടുവിട്ട രക്ഷയിലോട്ട് കൊണ്ടുവന്ന് ബൈബിൾ കോളേജിൽ കൊണ്ടുവിട്ട് ബൈബിൾ പഠിച്ച് ഇന്ന് മിനിസ്ട്രിയിലായിരിക്കുന്ന ദൈവദാസന്മാരുണ്ട്. അങ്ങനെ ഒരുപാട് പേര്. അതെല്ലാം ഈ ഉപവാസത്തിനകത്ത് സംഭവിച്ചതാണ് കേട്ടോ. സ്തോത്രം. പലയിടങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു നല്ല സമയം, ഇത് നല്ല സമയമാണ്. കാരണം ഈ ഒരു വർഷം നമുക്ക് കർത്താവിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ താല്പര്യമുള്ളവരാണോ? ദൈവശബ്ദം കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാ തിരക്കുകൾക്കകത്തുനിന്ന് മാറി ഒരു 3 ദിവസം 9-ാം തീയതി രാവിലെ 6 മണിക്ക് തുടങ്ങിയാൽ അത് രാത്രി 8:30-9 മണിയാകുമ്പോൾ കഴിയും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, രാവിലെ ഒരു സെക്ഷൻ, വൈകുന്നേരം ഉച്ച കഴിഞ്ഞിട്ട് സെക്ഷൻ ഉണ്ടോ ഭാഷ എന്നായിരിക്കും അല്ലേ? അയ്യോ, ഇവിടെ സെക്ഷൻ എന്നും പറഞ്ഞൊരു പരിപാടിയില്ല കേട്ടോ. പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട്. ദൈവസന്നിധിയിൽ കരയാൻ, ദൈവസന്നിധിയിൽ ആത്മതപനം ചെയ്യാൻ കേട്ടോ. അതിനൊക്കെ വേണ്ടിയ സമയം. പിന്നെ 10-ാം തീയതിയും ഇത് തന്നെയാണ്. രാവിലെ 6 മണിക്ക് ആരംഭിക്കുന്നു, വൈകിട്ട് 9 മണിക്ക് തീരുകയുള്ളൂ. സ്തോത്രം. പ്രാർത്ഥന നടന്നുകൊണ്ടേയിരിക്കും. പ്രാർത്ഥിച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കുകയാണ്. 11-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. അങ്ങനെയാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കേട്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കാൻ, എനിക്ക് അല്പനേരം ദൈവസന്നിധി വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് വന്നിരുന്നാൽ കൊള്ളാം എന്ന് നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, കൂടുതലൊന്നും ചിന്തിക്കേണ്ട, നേരെ ഈ ഞാൻ പറഞ്ഞ ആ ദൈവദാസൻ്റെ നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക. അദ്ദേഹം നിങ്ങൾക്ക് ലൊക്കേഷൻ മാപ്പ് അയച്ചു തരും. നിങ്ങൾക്ക് അവിടെ വരാൻ പറ്റും. അങ്ങനെ വന്ന് അവിടെ പ്രാർത്ഥിക്കാൻ ദൈവം നിങ്ങൾക്ക് ഇടയാക്കും. ദൈവത്തിന് സ്തോത്രം. ഭക്ഷണം അവിടെ ഉണ്ടായിരിക്കുന്നതല്ല. 3-ാമത്തെ ദിവസം എന്തെങ്കിലും ഉച്ച കഴിഞ്ഞിട്ട് ഭക്ഷണം എന്തെങ്കിലും ക്രമീകരിക്കുന്നുണ്ടാവും. ബാക്കിയുള്ള സമയങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചൂടുവെള്ളം ഇഷ്ടം പോലെ കിട്ടും. മറ്റ് ചായയോ കാപ്പിയോ ഒരു സംവിധാനം ഉണ്ടാകുകയില്ല. കാരണം പ്രാർത്ഥിക്കാൻ അതുപോലെ വില തിരിക്കാൻ വരുന്നവരാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് അങ്ങോട്ട് വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയാം, ശുശ്രൂഷകന്മാർക്കാണ് ഞങ്ങൾ കൂടുതൽ പ്രാതിനിധ്യം അതിനുവേണ്ടി കൊടുക്കുന്നത്. ദൈവദാസന്മാർക്ക്, സുവിശേഷകർക്ക് വരാം, പ്രവാചകന്മാർക്ക് വരാം, അപ്പോസ്തലന്മാർക്ക് വരാം, പീഡയന്മാർക്ക് വരാം, എല്ലാ വിഭാഗത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് കടന്നു വരാം. ഇവിടെ ഏതെങ്കിലും ബാനർ അവിടെ കിട്ടത്തില്ല, ഒരു സംവിധാനം അവിടെ ഉണ്ടാകുകയല്ല. നമ്മൾ ദൈവസന്നിധി വരുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാനും നിങ്ങളുടെ കൂടെ അവിടെ മുട്ടയിലുണ്ടാവും. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഒരു അരമണിക്കൂർ അവരെനിക്ക് തന്നാൽ ഞാനും അല്പം വചനത്തിൽ നിന്ന് സംസാരിക്കുന്നല്ലാതെ മറ്റ് വേറെ ഒരു പരിപാടിയില്ല. എനിക്ക് ദൈവസന്നിധി ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത്. ഞാൻ 7 ദിവസമൊക്കെ ഇരുന്നോടത്തൊക്കെ ഞാൻ പ്രസംഗിക്കാറില്ല, ഞാൻ അവിടെ കുത്തി ഇരിക്കുകയാണ്. ആമേൻ. പലയിടത്തും ഞാൻ വെള്ളം കുടിക്കാതെ 7 ദിവസം ഇരുന്നിട്ടുണ്ട്. ആമേൻ. ചിലയിടത്തൊക്കെ ഇരുന്ന് വല്ലാതെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ കാര്യം പറഞ്ഞേ. ആമേൻ. അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ സമയം കണ്ടെത്തി വന്നാൽ അത് പ്രയോജനമായിരിക്കും. കർത്താവ് നിങ്ങളോട് വീട്ടിലിരുന്നാലും സംസാരിക്കും. ഒരുമിച്ചിരുന്ന് കർത്താവ് പറഞ്ഞില്ലേ, മലയിലേക്ക് കയറി വരാൻ പറഞ്ഞ് 12 പേരോട് ഇല്ലേ, മലയിലേക്ക് കയറി വരിക. എന്നിട്ട് ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു 3 ദിവസം മലയിലേക്ക് കയറി ചെല്ലുകയാണ്. ആമേൻ. ഒരു മലയിലേക്ക് കയറി ചെല്ലുകയാണ്. ആ മലയിൽ കയറി ചെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ എന്നാ കാണിച്ചാലും അതിനും ഒരു കമൻറ്റ് പറയുന്ന ആൾക്കാരുണ്ടാകും. അത് സാരമില്ല, അത് വിട്ടേ. 2024 ഞാൻ എടുത്ത തീരുമാനം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ആർക്കും മറുപടി പറയാൻ 2024 നിങ്ങൾ സമയം കളയരുത്. ആർക്കും എന്തെങ്കിലും തെളിയിച്ചു കൊടുക്കാൻ 2024 നിങ്ങൾ സമയം കളയരുത്. 2024 നമുക്ക് ദൈവസന്നിധിയിൽ മുട്ടേ നിന്ന് ദൈവത്തോട് ചിലത് ചോദിച്ച്
ആമേൻ മേടിച്ച് ജനത്തിന് കൊടുക്കാനും ശക്തമായ ശുശ്രൂഷയുടെ ഒരു ഭാഗമായി മാറാനും വേണ്ടിയാണ് ഈ 3 ദിവസം ഇരിക്കുന്നത്. 7 ദിവസം ഇരിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്കാകെ ഈ ജനുവരിയിൽ സമയം കിട്ടിയത് ഈ 3 ദിവസമേ ഉള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളൊന്നും ഞാൻ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ക്രമീകരിക്കാൻ ഇടയായത്. ദൈവത്തിന് സ്വന്തം വിചാരിക്കരുത്, നമുക്കൊരു 7 ദിവസം ഇരിക്കാം, കുഴപ്പമില്ല കേട്ടോ. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് ദൈവസന്നിധാനത്തിൽ ഇരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു സഭയെ കാണാം. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്നവർ, ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവർ, മറുപടി കാണും വരെ പ്രാർത്ഥിക്കുന്നവർ. സ്തോത്രം അല്ലേ? ഏതൊക്കെ വിധത്തിലെ ആളുകളുടെ പ്രാർത്ഥന. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ച് വിട്ട് അതങ്ങ് കളയരുത്. അപ്പം നിങ്ങൾ പ്രാർത്ഥിച്ചങ്ങ് വിട്ടേക്കരുത്. മറുപടി കാണുന്നത് വരെ പ്രാർത്ഥിക്കാനൊരു ഒരു ഉത്സാഹം നമുക്കുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്നവനെ പിശാചിന് മാത്രമല്ല പേടി. അത് ഞാൻ ഈ 2024 തൊട്ട് പറയാം. പ്രാർത്ഥിക്കുന്നവനെ പിശാചിന് മാത്രമല്ല ദൈവമക്കൾക്കും പേടിയാ കേട്ടോ. പണ്ടൊക്കെ ആൾക്കാർ പറയുന്ന പ്രാർത്ഥിക്കുന്നവനെ പിശാചിന് ഭയമാണ്. അങ്ങനെയല്ല, അത് പിശാചിൻ്റെ കാര്യം വിടുക, നമുക്ക് പിശാചിനെ വിട്ടേക്കാം. ആമേൻ. പ്രാർത്ഥിക്കുന്നവനെ ദൈവമക്കൾക്ക് ഭയമാണ്. കാരണം എന്താണെന്നറിയോ? ദൈവമക്കൾ എന്ന് ആ ഒരു വാക്ക് ഉപയോഗിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. ഈ ദൈവമക്കളെന്നും പറഞ്ഞ് പേരെടുത്ത് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവൻ്റെ മുൻപിൽ സത്യവും നീതിയും ന്യായത്തോടെ മുട്ടുമടക്കുന്നവനെ പൊതുവിൽ എല്ലാവർക്കും പേടിയാന്നേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പിശാച് ഭയക്കും, പിശാച് പേടിക്കും, പിശാച് പേടിക്കാതിരിക്കുകയില്ല. ആമേൻ. കഴിഞ്ഞ മിഷൻ ട്രിപ്പിലുണ്ടായൊരു അനുഭവം പറയാം. ആമേൻ. ഞാൻ ഒരു ബിൽഡിങ്ങിൻ്റെ താഴെയായിരുന്നു. അവിടെ ഒരു ഫാമിലിക്ക് വേണ്ടി താഴെ നിന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ അകത്ത് മേലെ ഒരു സ്ത്രീക്ക് ഭൂതം ഇളകിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ദേവദാസൻ മേലെ ഉണ്ടായിരുന്നു. അദ്ദേഹം, ഞാൻ അങ്ങോട്ട് ചെന്നപ്പം മേലോട്ട് ചെന്നപ്പോൾ അദ്ദേഹം പറയുക, പിശാച് വിളിച്ച് പറയാന്ന്, വന്നിട്ടുണ്ട് താഴെ എത്തിയിട്ടുണ്ട്, ഇനിയിപ്പം ഇവിടെ നിൽക്കാൻ പറ്റിയല്ല എന്നും പറഞ്ഞ് പിശാച് അങ്ങ് അലമ്പുണ്ടാക്കുക നടക്കുന്നു. സ്തോത്രം. ഞാൻ അവിടെ ചെന്ന് പിശാചിനോട്, നീ എവിടെ നിന്നാ വന്നേ, നിൻ്റെ പേരെന്താണ്, നിങ്ങൾ എത്ര പേരുണ്ട്, നീ എതിരെ പോയിട്ടാ വന്നേ, ഇതൊന്നും ചോദിക്കാൻ പോയില്ല കേട്ടോ. ഞാൻ ആകെ ആ പിശാചിനോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ദേ ചെകുത്താനെ, പിന്നെ ഞാൻ നിന്നെ പറഞ്ഞു വിട്ടാൽ ഇല്ലാത്ത കാട്ടിലേക്കാണ് പറഞ്ഞു വിടുകയുള്ളൂ. ഇനി നീ തന്നെ പോവുകയാണെങ്കിൽ നിനക്ക് ഈ പഞ്ചായത്തിൽ കൂടെ ഒക്കെ കിടന്ന് കറങ്ങാം, ഏത് വേണമെന്ന് നീ തീരുമാനിച്ചോളാൻ പറഞ്ഞു. അത്രയും പറഞ്ഞേ ഉള്ളൂ കേട്ടോ. 2 മിനിറ്റ് കൊണ്ട് ആ പിശാചി വിട്ട് പോയി. ഞാൻ ശാസിച്ച് വലിച്ചുകൊണ്ടൊന്നും വന്നില്ല. അതിന് മുമ്പേ പിശാചി പോയി. ആ പെൺകുട്ടി താഴെ വീണു. അവൻ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നോർമൽ സ്റ്റേജിലേക്ക് മടങ്ങി വന്നു. ഞാൻ എന്തിനത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിശാചിന് ദൈവദാസന്മാരെ ഭയമാണ്, പ്രാർത്ഥിക്കുന്നവരെ ഭയമാണ്. പക്ഷേ ഇന്ന് ദൈവമക്കൾക്ക് ഭയമാണെന്നാണ് എനിക്ക് പറയാൻ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഒരു സൂപ്പർ നാച്ചുറൽ പവറിൽ ഈ 2024 കർത്താവിന് വേണ്ടി നമുക്ക് നിൽക്കണം, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. സഭ പ്രാർത്ഥിക്കുന്നൊരു സഭ, 12-ാമത്തെ അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നൊരു സഭ, ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന സഭ, വിടുതൽ കാണുന്നത് വരെ. സ്തോത്രം. ഞാൻ ഈ ഒരു 12-ാം അധ്യായത്തിൽ നിന്ന് ഒരു പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2019 തോന്നുന്നു, 2019 കൊറോണയുടെ കാലഘട്ടത്തിൽ. അന്ന് ഞാൻ ഇതുപോലെ ഒരു സന്ദേശം ഇട്ടായിരുന്നു. അന്ന് ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യം, ഈ അകത്തോട്ട് വന്ന പത്രോസ് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ പെങ്കൊച്ച് പത്രോസിൻ്റെ ശബ്ദം കേട്ട് വാതിക്കൽ വന്ന് നിൽക്കുമ്പം ഈ പ്രാർത്ഥനക്കാരുടെ ഇടയിൽ നിന്ന് ചില കമൻറ്റുകൾ വന്നു. അതായിരുന്നു ഞാൻ അന്ന് പ്രസംഗിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അത്? കമൻറ്റ് ഓർമ്മയുണ്ടാവും അല്ലേ? എന്താ കമൻറ്റ്? ഇവക്ക് ഭ്രാന്താന്നാ തോന്നുന്നത്, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഭാഗം നന്നായിട്ട് വായിക്കണം കേട്ടോ. 12-ാം അധ്യായം. ഇവക്ക് ഭ്രാന്താ, ഈ ഭ്രാന്താന്നും ഇവക്ക് വട്ടാന്നൊക്കെ പറഞ്ഞത് മുഴുവനും വെളിയിൽ നിന്ന് ഈ ദൈവദാസൻ കേട്ടോണ്ടിരിക്കുക. ഈ ദൈവദാസൻ അകത്തോട്ട് വന്നിട്ട് ആദ്യം നോക്കിയത് ഇവക്ക് ഭ്രാന്താന്ന് പറഞ്ഞ പോലെ അവനെന്ത് ചെയ്യുക, പറഞ്ഞ ആളെന്ത് ചെയ്യും? അതായിരിക്കും ഒരു പക്ഷേ പത്രോസ് തപ്പിയത്. കാരണം ഈ പുറത്ത് നിൽക്കുന്ന ആളുടെ ശബ്ദം അകത്തിരിക്കുന്നവർക്ക് കേൾക്കാം, അകത്ത് പറയുന്നത് പുറത്തും കേൾക്കാം, ഇല്ലേ? സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്നവരെല്ലാവരും പ്രാർത്ഥിക്കുന്നവരൊക്കെ തന്നെ. പക്ഷേ ചില ആൾക്കാർക്ക് അങ്ങ് വിശ്വാസം പോരാഞ്ഞിട്ടാണോ, സാഹചര്യം നോക്കിയാൽ പുറത്തു വരാൻ സാധ്യതയില്ല.
അപ്പോൾ പിന്നെ വലിയ കാര്യമായിട്ടൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ലാന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. എന്തായാലും ആ പ്രാർത്ഥനയുടെ മറുപടി വന്ന് വാതൊക്കെ നിൽക്കുക. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി വാതിൽക്കൽ വന്നിട്ടുണ്ടാകും. സ്തോത്രം. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി ആ വിഷയത്തിൻ്റെ അടുത്ത് വന്നിപ്പുണ്ട്. ഹല്ലേലൂയ. ഈ 2024 നമുക്ക് പ്രാർത്ഥനയുടെ പിൻബലം. സ്തോത്രം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 10,000 ആളുകളുണ്ട്. ഞാൻ എവിടെ പോയാലും, എവിടെ മീറ്റിങ്ങിന് പോയാലും, എവിടെ പ്രവർത്തനത്തിന് പോയാലും ഒരു 100 പേരെയെങ്കിലും 100 പേരെയെങ്കിലും എൻ്റെ പിന്നിൽ പ്രാർത്ഥിക്കാൻ റെഡിയാക്കിയിട്ടേ ഞാൻ ആ നാട്ടിൽ നിന്ന് വരുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന എനിക്കുള്ളത്. അതുകൊണ്ട് ഞാനും പ്രാർത്ഥിക്കാതിരിക്കുന്നല്ല, സമയങ്ങൾ വേർതിരിച്ച് മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഞാൻ സമയം കണ്ടെത്തുന്നുണ്ട്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളും വചനത്തെ ഉറപ്പിക്കുന്ന ശുശ്രൂഷകൾ പലയിടത്ത് ചെയ്യാൻ കഴിഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ആമേൻ, സ്തോത്രം, ഒരു അത്ഭുതം. നമുക്ക് അത്ഭുതം, ദൈവത്തിൻ്റെ അത്ഭുതമല്ല. പ്രാർത്ഥിച്ചു. ദൈവദാസന്മാരായ നിങ്ങൾ പ്രാർത്ഥിച്ചു, ഒരുപാട് പേര് പ്രാർത്ഥിച്ചു. ഞങ്ങൾ അവിടെ കടന്നു ചെന്നു. ആമേൻ. ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരു സഹോദരി വന്നിട്ട് പറയാ, പാസ്റ്ററേ, പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ പാസ്റ്റർ അടുത്ത് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നായിരുന്നു. ഞാൻ പറഞ്ഞു, ശരിയാണ്, കഴിഞ്ഞ പ്രാവശ്യം കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്, ഒരുപാട് പേര് വരുന്നതല്ലേ. സ്തോത്രം. അവർ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഈ കുഞ്ഞിനെ കൊണ്ട് വന്നത് ഇവൻ സംസാരിക്കാനായിരുന്നു, ഇവനെ സംസാരിക്കാത്തതുകൊണ്ട് അവൻ കൊണ്ടുപോകുന്നതാ. അവൻ ഇപ്രാവശ്യം ഞങ്ങൾ കൊണ്ടുവന്നത് ദൈവത്തിന് നന്ദി പറയാനാ. അവൻ നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ദൈവം അവൻ്റെ ബന്ധനത്തെ അഴിച്ചു മാറ്റി. ആമേൻ. സ്തോത്രം. ഞാൻ അവരോട് പറഞ്ഞത്, സാക്ഷ്യം പറയാനൊന്നും ഇവിടെ സമയമില്ല കേട്ടോ. നാട്ടിൽ കൂടെ നടന്ന് യേശു സൗഖ്യമാക്കിയെന്നേ പറയാവൂ, അല്ലാണ്ട് ദാനിയേൽ പാസ്റ്ററും ടീമും വന്നു ഒന്ന് മിണ്ടി പോയേക്കരുതെന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടത്. സ്തോത്രം. ഇതുപോലെ ഓരോ സ്ഥലങ്ങളിലും ആമേൻ, മറ്റൊരു സഹോദരിയും കുടുംബവും കടം കയറി മുടിഞ്ഞ് ഒരു രക്ഷയില്ല, ജീവിക്കാൻ നിർവാഹമില്ല, ഈ ഒറ്റ പ്രസംഗം കൂടെ കേൾക്കാമെന്നും പറഞ്ഞ് മീറ്റിങ്ങിന് വന്നിരുന്നതാണ്. സ്തോത്രം. അന്ന് ഞാൻ അവിടെ എണ്ണയും പാത്രം കടം മേടിച്ച സഹോദരിയെക്കുറിച്ചാണ് ഞാൻ പ്രസംഗിച്ച. അവിടെ ഇവരിങ്ങനെ വന്നിരിപ്പുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ പാത്രം കടം മേടിച്ച സഹോദരിയെക്കുറിച്ച് പ്രസംഗിച്ച് തീർന്നു കഴിഞ്ഞപ്പോൾ അവർ വന്ന് പ്രാർത്ഥിക്കാൻ മുമ്പിൽ നിൽക്കുക. അവരെന്നോട് പറഞ്ഞു, പാസ്റ്റർ, എന്നാന്നറിയത്തില്ല, ആ സഹോദരിയുടെ കുടുംബവും ഞങ്ങളുടെ കുടുംബവും ഏകദേശം ഒരേപോലെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ്, എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞങ്ങൾ ദൈവദാസന്മാരെ ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവമക്കളെ, ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങളുടെ കടം വീട്ടാൻ വേണ്ടി ദൈവം ഒരു മാജിക്ക് കാണിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണോ ബിസിനസ്, ആ ബിസിനസ്സിനെ ദൈവം ഇൻക്രീസ് ചെയ്ത് അതിനെ വർദ്ധിപ്പിച്ച് നിങ്ങളുടെ കടം കുറേശ്ശെ ആയിട്ട് വീട്ടി തീർക്കും. സ്തോത്രം. അവരങ്ങനെ അവരുടെ ചെറിയ ബിസിനസ് ഉണ്ടായിരുന്നു. ആ ബിസിനസ് അവർ വീണ്ടും പേപ്പറൊക്കെ എടുത്ത് പഞ്ചായത്തിൽ പോയി കൊടുത്ത് പല പ്രാവശ്യം റിജക്റ്റ് ചെയ്തതാണ്. അവസാനത്തെ അറ്റ കൈ എന്ന രീതിയിൽ അവർ പോയി അത് പഞ്ചായത്തിൽ കൊടുത്തപ്പം അതിനുള്ള പേപ്പർ വർക്കുകളെല്ലാം ദൈവം വളരെ വേഗത്തിൽ പടപടാന്ന് ചെയ്തു കൊടുത്തു. എൻ്റെ പ്രിയരെ, അവർ ആ ബിസിനസ് ഡെവലപ്പാക്കി അവരുടെ നല്ലൊരു ശതമാനം കടം വീട്ടിൽ ഇനി കുറച്ചുകൂടെ ഉള്ളതെന്ന് പറഞ്ഞു. സ്തോത്രം. കണ്ടോ ദൈവത്തിൻ്റെ പ്രവൃത്തി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇതെല്ലാം പ്രാർത്ഥനയ്ക്കകത്തൂടെ കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്, പ്രാർത്ഥിക്കാൻ സമയം വേർതിരിക്കണം. പ്രാർത്ഥിക്കാൻ എനിക്ക് വേണ്ടി മൊബൈലിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, പ്രാർത്ഥിച്ച് എനിക്ക് ഇട്ട് തരുന്നവരുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേർ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ആമേൻ. പ്രാർത്ഥനയുടെ മറുപടി ഉള്ളൂ ഈ ഉപവാസ പ്രാർത്ഥന. അതുകൊണ്ടാണ് ഞാൻ ക്രമീകരിച്ചിരിക്കുന്നത്. 7 ദിവസം എനിക്ക് ഇരിക്കാൻ സമയം ലഭിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ 3 ദിവസമായിട്ട് വെട്ടിച്ചുരുക്കിയത്. നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും, നിങ്ങൾ ശുശ്രൂഷകനാണോ, ആമേൻ, നിങ്ങൾക്ക് വരാം. കുഞ്ഞുങ്ങളെ കൊണ്ട് വരരുതെന്നേ ഉള്ളൂ, കാരണം അവിടെ അതിനുള്ള സംവിധാനം ഇല്ല. അവൻ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് കടന്നു വരാം. 3 ദിവസം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധി നെടുമ്പാട് വീഴാം. ആമേൻ. സ്തോത്രം. ഞാൻ ഈ ഉപവാസ പ്രാർത്ഥന എൻ്റെ പ്രധാനപ്പെട്ട ഒറ്റ ലക്ഷ്യമുള്ളൂ, ദൈവം നിങ്ങളെ എടുത്ത് ഒരു മോതിരമാക്കി, ദൈവം നിങ്ങളെ ഒരു സ്തോത്രം ഒരു വജ്രായുധമാക്കി, ദൈവം നിങ്ങളെ ഒരു മെതിവണ്ടിയാക്കി ദൈവം ഉപയോഗിക്കണം. അത്ര മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ കേട്ടോ. ഈ 2024 സാധാ ഒരു പാസ്റ്ററായിട്ട്, സാധാ ഒരു വിശ്വാസിയായി, ഒരു സാധാരണ മാറിയിട്ട് ദൈവത്തിന് വേണ്ടി ശക്തമായി നിൽക്കുന്ന ഒരു ദൈവദാസനായിട്ട് നിങ്ങൾ മാറണം. അതിനുവേണ്ടി മാത്രമാണ് പല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ ഈ ഉപവാസ പ്രാർത്ഥന 1-2 പേരെ ഷെയർ ചെയ്തപ്പോൾ തന്നെ അവരൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ എന്തായാലും ഞങ്ങൾ വരിക, ഞാൻ വരിക,
ഞങ്ങൾ വന്നിരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക. ഞങ്ങൾക്ക് പ്രസംഗിക്കാനൊന്നും അവസരമൊന്നും വേണ്ട. ഞങ്ങൾ ദൈവസന്നിധി വന്ന് നെടുമ്പാട് വീഴാനാ, കരയാൻ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ സഹോദരി ദൈവാസനെ ഒന്ന് കരഞ്ഞിട്ട് ദിവസത്തിലായി. അതെല്ലാം തട്ടിപ്പാന്നേ, ചുമ്മാ നമ്മളൊക്കെ വൈബ്രേഷൻ ഇട്ട് എന്തെല്ലാം കാര്യം ചെയ്യുന്നു. ഇതൊക്കെ കാണിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാന്നേ. സ്വത്രം നേരെ ചൊവ്വയെന്ന് കരയണമെങ്കിൽ ഉണ്ടല്ലോ, കുടുംബത്തിൽ അതുപോലൊരു വിഷയം ഉണ്ടാകണം. അപ്പോഴാ കരച്ചിൽ ഒറിജിനൽ വരുന്നത്. ബാക്കിയെല്ലാം ട്രിക്കാണ്. ഇതൊക്കെ കേട്ട് കർത്താവ് തന്നെ ഒരു പരുവക്കേട്ടിലിരിക്കുക കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒറിജിനാലിറ്റിയിലേക്ക് പോകാം. കണ്ണ് നിറഞ്ഞ് ദൈവത്തോട് ഒന്ന് സംസാരിക്കാൻ കേട്ടോ. അതിനുള്ള ദിവസങ്ങളാണ് ഈ 3 ദിവസം. നിങ്ങൾക്ക് വരാൻ പറ്റത്തില്ല, പക്ഷേ എനിക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലങ്ങ് ഇരുന്നോളാനേ. സ്തോത്രം. ഇതേ ഡേറ്റിൽ ഇരിക്കണമെന്ന് ദാനീയോപദേശി കട്ടായം പിടിക്കുന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇരുന്നാൽ മതി കേട്ടോ. സ്തോത്രം. അല്ലാതെ ഉപവാസവും പ്രാർത്ഥനയും കൺവെൻഷനും ക്രൂസൈഡും ഒന്നും ആർക്കും ദൈവം കരാറ് കൊടുത്തിട്ടൊന്നുമില്ല. നമുക്ക് സമയവും സൗകര്യവും ലഭിക്കുന്ന സമയത്ത് ഉപവസിച്ചോ, പ്രാർത്ഥിച്ചോ, കൺവെൻഷൻ നടത്തിക്കോ, ക്രൂസൈഡ് നടത്തിക്കോ കേട്ടോ. സ്തോത്രം. ഇതൊന്നും കരാറ് പണിയല്ല. നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ എനിക്ക് ദൈവസന്നിധി ഇരിക്കണം. അവൻ ചില സമയത്ത് ഞാൻ 7 ദിവസമൊക്കെ ഇരിക്കാൻ നേരത്ത് ആൾക്കാരെന്നോട് പറയാറുണ്ട്, ഇപ്പം ഈ 7 ദിവസം ഇരിക്കണോ? ഈ കഴിഞ്ഞ ദിവസമല്ലേ ഒരു 3 കഴിഞ്ഞിട്ട് എഴുന്നേറ്റത്, ഇരിക്കണോ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ എന്തിനിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം വേണം. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ദൈവ സാന്നിധ്യം വരാത്ത ഒരു പരിപാടിക്ക് ഞാനില്ലാന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പേരിൻ്റെ പുറകെയോ ഒരു സ്ഥാനത്തിൻ്റെ പുറകെ ഒന്നും പോകാത്തത്. എനിക്ക് വേണ്ടാത്തതുകൊണ്ട്. സ്തോത്രം. എനിക്ക് എൻ്റെ താല്പര്യം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ വർഷം 1,00,000 പേര് സുവിശേഷം കേൾക്കണം. അത് അത്രേ ഉള്ളൂ എനിക്ക്. 1,00,000 പേര് സുവിശേഷം 1,00,000 പേര് രക്ഷിക്കപ്പെടണമെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണം എൻ്റെ വാക്കുകൾ. 1,00,000 പേര് സുവിശേഷം കേൾക്കണം. ആമേൻ. പിതാവ് ആകർഷിച്ചവരൊക്കെ ദൈവം പൊട്ടിക്കോളും കേട്ടോ. അറിയിക്കേണ്ട ദൗത്യം നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. ആമേൻ. നിങ്ങൾ ഒരുപാട് കാലമായില്ലേ കർത്താവേ ദേശത്തിനൊരു വിടുതൽ പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായില്ലേ, ദേശത്തിനൊരു വിടുതൽ. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്തേലും സംഭവിച്ചോ? കുറേ പേര് പള്ളി വന്നിട്ട് അവർ പഴയ പരിപാടിക്ക് തന്നെ തിരിച്ചു പോയി അല്ലേ. ദേശത്തിനൊരു വിടുതൽ. ഈ രാവിലെ സമയം ഞാൻ നിങ്ങളോട് പറയാ, ദേശത്തിന് വിടുതലൊക്കെ അവിടെ നിൽക്കട്ടെ. എൻ്റെ ആത്മീയ ജീവിതത്തിനൊരു വിടുതൽ അങ്ങനെ തുടങ്ങിയാലോ നമുക്ക് ഈ 2024 എനിക്കൊരു വിടുതൽ. ദേശത്തിന് വിടുതൽ ഉണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ദേശത്തിന് ബലവാനെ പിടിച്ച് കെട്ടിയിട്ടല്ലാതെ അവരുടെ കോപ്പുകൾ നടക്കാൻ കഴിയില്ല. അപ്പം ദേശത്തിന് വിടുതലിന് മുമ്പ് എനിക്കൊരു വിടുതൽ, എനിക്കൊരു മാനസാന്തരം, എനിക്കൊരു പ്രാർത്ഥനാ ജീവിതം. ഞാൻ ഏതോ ഒരു പ്രസംഗത്തിൽ പറഞ്ഞതാണ്, എങ്കിലും വീണ്ടും ആവർത്തിക്കുക. സ്തോത്രം. അരമണിക്കൂർ പ്രസംഗിക്കുന്നതിന് മുമ്പ് 2 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് അരമണിക്കൂർ പ്രസംഗിക്കാം. അല്ലാണ്ട് ബൈബിളും എനിക്ക് കാണാപ്പാടാ. അതുകൊണ്ട് എനിക്ക് കയറി നിന്ന വചനത്തിൻ്റെ വാതിൽ തുറന്നോടും കിട്ടും, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഒരുപാട് നേരം ദിവസം പ്രാർത്ഥിച്ചിട്ട്, ഞാൻ ഇത് റെക്കോർഡ് ചെയ്തതിന് മുമ്പ് ഞാൻ മുട്ട നിന്ന് പ്രാർത്ഥിച്ചിട്ട് കയറി നിന്ന് ഈ കൊച്ചു സംവിധാനം വെച്ച് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് ഈ സന്ദേശം എത്തിച്ചു തരുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാതെ ഒരു കാര്യം ചെയ്യരുത്, ഒരു കാര്യം. സ്തോത്രം. പ്രാർത്ഥിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫെയിലാവും. അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങൾ വരാൻ പറ്റുമെങ്കിൽ വരിക, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഒരുമിച്ച് ദൈവസന്നിധി ഇരിക്കുന്ന ഒരു വലിയ വിജയം, ഒരു അനുഗ്രഹം തന്നെയാണ്. അതിനായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുകയാണ്. മറക്കരുത്, അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന ആ പ്രാർത്ഥന മറുപടി കാണുന്നവരെ പ്രാർത്ഥനയാണ്. സ്തോത്രം. മറുപടി ഒന്ന് വാതൊക്കെ നിൽക്കുക, അകത്ത് കയറി. ആമേൻ. എല്ലാവരും ഞെട്ടിപ്പോയി. ഇത്രയും പെട്ടെന്ന് മറുപടി കിട്ടുന്ന ആരും പ്രതീക്ഷിച്ചു കാണിയല്ലേ. സ്തോത്രം. അതാണ് പ്രാർത്ഥനയുടെ ശക്തി. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, അനേകരെ പ്രാർത്ഥിക്കാൻ ഉത്സാഹിപ്പിക്കുക. ഒരു പുതിയ വർഷം, ഈ വർഷത്തിൽ കൂടുതൽ പ്രാർത്ഥന. ഞാൻ ഇന്ന് ആരോടോ പറഞ്ഞൊരു കാര്യം, ഇന്ന് എൻ്റെ യാത്രയിൽ ഞാൻ ഒരു ആളെൻ്റെ കൂടെ 1-2 പേരുണ്ടായിരുന്നു അന്നേ സമയത്ത്. അവരോട് പറഞ്ഞൊരു കാര്യമാണ്, ഈ വർഷം നമ്മൾ വർത്തമാനം കുറയ്ക്കുക, കൂടുതൽ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുക. അതാണ് ഈ വർഷം. അവരോട് പറഞ്ഞാണ് ഞാൻ. സ്തോത്രം. അത് നിങ്ങളും കൂടെ കേട്ടോ. വർത്തമാനം കുറയ്ക്കുക, കൂടുതൽ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടച്ചു. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനിഷിതമായ യേശു ക്രിസ്തു നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുന്ന ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ഈ സഹോദരിമാർക്ക്, സഹോദരന്മാർക്ക്, കുഞ്ഞുങ്ങൾക്ക്, മാതാവ്, ഈ പിതാവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അദ്ദേഹത്തെ ഉപയോഗിക്കണമേ.
കർത്താവെ, നിൻ്റെ കൃപയിലെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയേരാ. കർത്താവിന് ഞങ്ങൾ ഉപയോഗിച്ചാലേ ഉള്ളൂ. എന്തെങ്കിലും ഞങ്ങളായിട്ടുണ്ടെങ്കിൽ കർത്താവെ, അവിടുത്തെ കൃപ മാത്രമാണ്. ഞങ്ങൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എല്ലാം അവിടുത്തെ കൃപയാണ്. കർത്താവെ, ഈ ദേവദാസനെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുഞ്ഞിനെ, മാതാവിനെ, പിതാവിനെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ 2024 ഉപവസിക്കാൻ, പ്രാർത്ഥിക്കാൻ, ഒരുപാട് സമയങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ ദൈവർക്ക് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കാര്യങ്ങൾ ചെയ്യണമേ. പ്രാർത്ഥന നന്ദി യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഇനിയിപ്പം പ്രാർത്ഥന തന്നെ ആയി അങ്ങ് മുമ്പോട്ട് പോയാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നായിരിക്കും അല്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നതോട് കൂടെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യാം, കർത്താവിന് വേണ്ടി, കർത്താവ് നാമത്തിന് വേണ്ടി, ഇല്ലേ? ഞാൻ ചില സമയത്തൊക്കെ ആൾക്കാരോട് പറയുന്നത്, ചില ആൾക്കാരോട് ഒരു പാട്ട് പാടാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും വയ്യവാസം എന്ന് പറയുമ്പോൾ ഞാൻ പറയും നമ്മുടെ കർത്താവിന് വേണ്ടിയല്ലേ. അത് പറയുമ്പോൾ അവർ ഓടി വന്ന് പാട്ട് പാടും കേട്ടോ. അതുകൊണ്ട് ഈ വർഷം നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മുടെ കർത്താവിന് വേണ്ടിയില്ലെന്ന് പറഞ്ഞാൽ മതി. അവരന്നേരം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളൂ. ഓക്കെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.